നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് ഇന്ന് 24 വെള്ളിയാഴ്ച 2026 ഏപ്രിൽ മാസം 30 ഏപ്രിൽ 2026 വ്യാഴാഴ്ചയ്ക്കുള്ളില് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തില് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുമോ, ഉപേക്ഷിക്കുകയോ എന്തെങ്കിലും വഴക്കിടുകയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമോ, എന്തെങ്കിലും കാര്യം നടക്കുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഇത് ജനറൽ റീഡിംഗ് ആണെന്നുള്ള ബോധം വേണം. ഈ റീഡിംഗ് അനുസരിച്ച് ഒരു ആക്ഷനും നിങ്ങൾ എടുക്കരുത്. അപ്പോ നമ്മൾ നോക്കാൻ പോവാണ്. ഓറക്കിൾ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഭഗവാൻ ഓം നമ ശിവായ, 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 ഓം അത് ഒരു ടോക്സിസിറ്റിയുടെ ഒരു കാർഡാണ്. എന്നിട്ട് അത് മറിഞ്ഞ് വീണിട്ട് മറിഞ്ഞു. ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ ടോക്സിക് ആണ്. ഇത് ഡീടോക്സിഫൈ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. അത് മറിഞ്ഞത് കൊണ്ടാണ് ഞാനത് പറഞ്ഞു, പക്ഷെ അത് ഇവിടെ എടുക്കുന്നില്ല. കാരണം അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓൾറൈറ്റ്, എന്തുകൊണ്ടാണ് പ്രശ്നം എന്നതിനാണ് ആ ടോക്സിസിറ്റിയുടെ കാർഡ് കണ്ടത്. പിന്നെ നിങ്ങൾ ഒരു വഴിത്തിരിവിലാണ്. ആരുടെയൊക്കെ റീഡിംഗ് ആണെന്ന് അറിയില്ല, പലർക്കുള്ള മെസ്സേജ് ആയിരിക്കാം. നിങ്ങളൊരു വഴിത്തിരിവിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല. നിങ്ങളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ ദൈവത്തിന്റെ സഹായം നിങ്ങൾ അഭ്യർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ്, എത്രയൊക്കെ വഷളായ അവസ്ഥയിലാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ദിനചര്യ, നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ വ്യായാമം, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി, ഇതിനൊന്നും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്, അവഗണിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ ഈ തേർഡ് പാർട്ടിന്ന് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഒരാളുടെ ലീഗലായ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. എന്തായാലും ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് വലിയ കാര്യങ്ങളൊന്നും തീരുമാനിക്കരുത്. കാരണം ഇവിടെ ചില കെണികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ചിലരോട് പറയുന്നുണ്ട്. പിന്നെ മെഡിറ്റേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എന്താണെന്നും നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നമ്മൾ അറിയണം. അതിനാണ് നമ്മളോട് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞത്. അപ്പോ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഓവറോൾ എനർജി, തേർഡ് പാർട്ടി കണക്ഷനിൽ ഇരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ വ്യക്തി ടെൻഷനിലേക്ക് പോകാൻ പോവുകയാണ്. ഇനി ഈ വ്യക്തിയുടെ ടെൻഷൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ടെൻഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി വളരെ ആൻസൈറ്റി വരുന്നുണ്ട്. ഈ വ്യക്തിക്ക് വളരെയധികം പേടി വരുന്നുണ്ട്. ഡിപ്രഷനിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള അത് കൂടി വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് തുടക്കമായിട്ടുണ്ട്. അക്വേറിയസ്, ലീബ്ര, ജെമിനി ആണത്. തുടങ്ങിയിട്ടുണ്ട്, ചിന്തകൾ തുടങ്ങിയിട്ടുണ്ട്. കുറ്റബോധമായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം നാശമാക്കുന്നുണ്ടാവാം. ഇവിടെ ഒരു മാരേജ് അല്ല എന്നാണ് പറയുന്നത്. ഒരു ഡിവോഴ്സിന്റെ വക്കിലിരിക്കുകയാണ് ഈ വ്യക്തി. ഡിവോഴ്സ് കൊടുക്കണം, ഈ തേർഡ് പാർട്ടിക്ക് ഡിവോഴ്സ് കൊടുക്കണം എന്ന് വ്യക്തി, ഈ തേർഡ് പാർട്ടിക്ക് ഡിവോഴ്സ് കൊടുക്കണം, തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കണം എന്നുമാകാം. വിവാഹിതരാണെങ്കിൽ ആ തേർഡ് പാർട്ടിക്ക് ഡിവോഴ്സ് കൊടുത്ത് ഒഴിയണം എന്നും ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. അതിന്റെ പ്ലാനുകൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പൊ അതിൻ്റെതായ ടെൻഷനിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി. ഇത് ടോറസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്ന, വേറൊന്നും സ്ട്രോങ് ആയിട്ട് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ
തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോ? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോട് ഉള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോ? എത്രയും തേർഡ് പാർട്ടി എന്തൊക്കെയോ നിങ്ങളുടെ വ്യക്തി ഒരു തരത്തിലും ഒരു പരിധി വരെയൊക്കെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയെങ്കിലും പക്ഷെ ഇവർ അടുത്ത് ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോ അടുത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോ തേർഡ് പാർട്ടിക്ക് ഒരു സംശയമുണ്ട് ഈ വ്യക്തി എത്രയും പെട്ടെന്ന് അപ്പൊ വ്യക്തിയോട് തേർഡ് പാർട്ടി കുറെ നുണകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ വ്യക്തി പതുക്കെ തിരിച്ചറിവായി തുടങ്ങി നിങ്ങളുടെ വ്യക്തിക്ക്. അപ്പൊ തേർഡ് പാർട്ടിക്ക് ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സത്യം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇവരിൽ നിന്ന് ഇവരെ ഉപേക്ഷിച്ച് പോകും. അപ്പൊ നിങ്ങളുടെ വ്യക്തിയെ ഇവർക്ക് സ്വന്തമാക്കാൻ വേണ്ടി ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഇവർ ചെയ്തിരിക്കുന്ന കള്ളത്തരങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിയോട് തുറന്ന് പറയണം. അപ്പൊ പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ ഇവരുടെ ജീവിതത്തിലേക്ക് തേർഡ് പാർട്ടി കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു 10 of Cups വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മാരീഡ് ലൈഫ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് വേണമെന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് സത്യമായിട്ട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് തേർഡ് പാർട്ടിക്ക് ഒരു പേടിയില്ല. അപ്പൊ നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ തന്നെയാണ് തേർഡ് പാർട്ടിയുടെ ആഗ്രഹം. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ ഒരു സ്റ്റാർ ആയിട്ടാണ് കണ്ടത്. അപ്പോ നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോ തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞല്ലോ, അവരിൽ നിന്ന് അകന്നു പോകണമെന്ന് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ശരിക്കുമുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ തേർഡ് പാർട്ടിയെ ഒരു സ്റ്റാർ ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി കണ്ടത്. അപ്പൊ തേർഡ് പാർട്ടി കുറച്ച് പ്രശസ്തിയുള്ള ഒരാളായിരിക്കാം. അപ്പൊ ആ പ്രശസ്തി കണ്ട് അട്രാക്റ്റഡ് ആയിട്ട്, കാണാൻ മോശമില്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് അങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ വ്യക്തി ചെന്ന് കയറിയതാണ്, ഒരു സ്റ്റാർ ആയിട്ടാണ് കണ്ടത്. പക്ഷേ ഈ തേർഡ് പാർട്ടി അവരുടേതായ കാരാഗ്രഹത്തിലാണ് ജീവിക്കുന്നതെന്ന് പിന്നീടാണ് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായത്. നമ്മള് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ നമ്മളുടെ ശരിക്കുള്ള സ്വഭാവം കാണിക്കും. പിന്നെ നമ്മൾ അടുത്ത് വരുമ്പോഴേക്കും നമ്മൾ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും, കോംപ്രമൈസ് ചെയ്യാൻ നോക്കും. അപ്പൊ നമ്മള് അവരെ എന്ത് കണ്ടിട്ടാണോ നമ്മളെ ഇഷ്ടപ്പെട്ടത് ആ ക്യാരക്ടറിൽ നിന്ന് വിട്ടിട്ട് ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളുടെ ക്യാരക്ടറിൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടില്ല, നമ്മളെ വില കുറച്ച് കാണാൻ തുടങ്ങും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയെ വളരെ പോപ്പുലർ ആയ വളരെ സ്ട്രോങ് ആയ ഒരു ക്യാരക്ടറായിട്ട് കണ്ട് വളരെ പേരും പ്രശസ്തിയുമുള്ള വളരെ ഫേമസ് ആയ ഒരാളാണെന്ന് പ്രതീക്ഷിച്ചാണ് നിങ്ങളുടെ വ്യക്തി ഇതിൽ ചെന്ന് കയറിയത്. പക്ഷെ തേർഡ് പാർട്ടി വളരെയധികം വീക്ക്നെസ് ഉള്ള, വളരെയധികം പേടിയുള്ള, ഒട്ടും സ്വയം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ വേണ്ടാത്തത്. കാരണം വ്യക്തി പ്രതീക്ഷിച്ച പോലത്തെ ഒരാളല്ല തേർഡ് പാർട്ടി, മനസ്സിലായോ? അപ്പോ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഒരു കാർമിക് ബന്ധമാണ്. ഇത് മാറണം, ഈ സമയം മാറണം എന്ന് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ കാലചക്രമാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ മാറണമെന്ന് വിചാരിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി തിരിച്ച് എങ്ങനെയാണോ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ കണ്ടത് ആദ്യം, അതേ സ്വഭാവത്തിൽ വരണമെന്ന്, ഇവരുടെ ഈ നെഗറ്റീവ് ഈ വീക്ക്നെസ് എല്ലാം മാറി ഇവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി തീർന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നുണ്ട് കേട്ടോ. അക്വേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടിക്കുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടിക്കുള്ള ഉദ്ദേശം നമ്മളിവിടെ കണ്ടു. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഉദ്ദേശം, തേർഡ് പാർട്ടി വിചാരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും സോൾമേറ്റ് കണക്ഷൻ ആണെന്ന്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് തേർഡ് പാർട്ടിക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്, വ്യക്തിയുമായിട്ടുള്ള ഒരു വിവാഹം പോസിബിൾ അല്ല. അത് വ്യക്തി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വ്യക്തിയുമായിട്ടുള്ള ഒരു വിവാഹം പോസിബിൾ അല്ല എന്ന് തേർഡ് പാർട്ടി വിചാരിച്ചിരുന്നു. അപ്പോ മേ ബി റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോ ഈ വ്യക്തിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മതി, പോകുന്ന പോലെ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തേർഡ് പാർട്ടി വന്ന് കയറിയതെങ്കിലും പിന്നീട് അത് ഒരു വിവാഹത്തിൽ കലാശിക്കണമെന്നും വളരെ നല്ല ഇമോഷണൽ ഒരു സാറ്റിസ്ഫൈങ് ആയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വേണമെന്നും തേർഡ് പാർട്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ തേർഡ് പാർട്ടി വന്ന് കയറിയപ്പോൾ തേർഡ് പാർട്ടിക്ക് അങ്ങനെ ഒരു ചിന്തയല്ലായിരുന്നു. ഒരു രസം, വിവാഹമൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്, ലവേഴ്സ് ആണ് നിങ്ങൾ രണ്ടുപേരും.
ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവമുള്ള ആളുകളാണ്. അത് കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകാം എന്നാണ്. അത് കഴിഞ്ഞാല് അതുമല്ല, ആ സമയത്ത് തേർഡ് പാർട്ടിക്ക് കുറെ ഫിനാൻഷ്യൽ ലോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു സപ്പോർട്ടായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തേർഡ് പാർട്ടി വന്ന് കയറിയത്. അല്ലാതെ വിവാഹം വേണമെന്നൊന്നും തേർഡ് പാർട്ടി ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ സംസാരിച്ചപ്പോ വളരെയധികം ഒരു എന്താ പറയാ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെ അവർക്ക് തോന്നി, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ തോന്നി. പക്ഷെ എന്നാലും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കുറെ ഫിനാൻഷ്യൽ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാം എന്നാണ് തേർഡ് പാർട്ടി വിചാരിച്ചിരുന്നത്. ജെമിനി സോഡിയാക് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി എന്തുദ്ദേശത്തിലാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന് കയറിയതെന്ന് നമുക്ക് നോക്കാം. വ്യക്തി ആ സമയത്ത് വളരെയധികം നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കയറുമ്പോൾ, നിങ്ങളുടേത് ലവ് മാരേജ് ആയെന്ന് തോന്നുന്നത്, ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരുന്നു, സ്നേഹബന്ധമാണോ? അപ്പോ എന്തായാലും അതിലൊരു റിഗ്രറ്റ് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ചാല് വിചാരിച്ച പോലെ ഒന്നും ആയില്ല. ഈ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നപ്പോഴും തേർഡ് പാർട്ടി ജീവിതത്തിൽ ഈ വ്യക്തിയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ, വ്യത്യാസങ്ങൾ കൊണ്ടുവന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പൊ നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങളുടെ ഒരു സ്വഭാവം, നിങ്ങളുടെ രൂപം, നിങ്ങളുടെ ഡ്രസ്സിങ്, ഇതെല്ലാം പെരുമാറ്റം, ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. അപ്പൊ അതിൽ നിന്ന് ഈ വ്യക്തിയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും വ്യത്യാസം ഉണ്ടാക്കുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. പൊതുവെ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള, നിങ്ങൾ ആരാണോ അതുപോലെ നിൽക്കുക, ആ വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങൾ എന്തായിരുന്നോ ഇവരെ പരിചയപ്പെടുമ്പോൾ ആ വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടം. അല്ലാതെ ഈ വ്യക്തിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. മനസ്സിലായി? അതുപോലെ തന്നെയാണ് തേർഡ് പാർട്ടിയും അത് തന്നെയാണ് ഇപ്പൊ വ്യക്തിയോട് ചെയ്യുന്നത്. അത് വ്യക്തിക്ക് ഇഷ്ടമല്ല. നിങ്ങളും അത് തന്നെയാണ് ചെയ്തത്. നിങ്ങളുടെ മേ ബി ഒരു സ്ട്രോങ് ആയ ഒരു ക്യാരക്ടറിനെ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി. പലരും പലതാണ്. ചിലര് വിവാഹം കഴിച്ച് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് അവർ സ്നേഹിക്കുന്ന ആളെ മാറ്റിയെടുക്കാൻ നോക്കും. ചിലർ അങ്ങനെയല്ല. ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട അയാളുടെ ആ സ്വഭാവത്തിലാണ് ഇഷ്ടമെങ്കിൽ അവരെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവർ അതുപോലെ തന്നെ ഇരുന്നോട്ടെ. ഒരു സപ്പോർട്ട് ആയിട്ടാണ് ഈ വ്യക്തിക്ക് ആളുകളെ വേണ്ടത്. അല്ലാതെ ഈ വ്യക്തിക്ക് അടിമയായിട്ടോ ഈ വ്യക്തിയുടെ കീഴിൽ കിടക്കുന്ന ആളുകളെ ഒന്നുമല്ല. ഈ വ്യക്തിയുമായിട്ട് മാക്സിമം കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളെ അല്ല നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടത്. അത് മനസ്സിലാക്കുക. അപ്പോ ഈ വ്യക്തി പറയുന്നത് നിങ്ങളും അതുപോലെ തന്നെയാണ്. നിങ്ങളെ കണ്ടിഷ്ടപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ സ്വഭാവം എല്ലാം ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ പെരുമാറ്റമില്ല. ചിലപ്പോൾ നിങ്ങൾ ചാടിക്കടിക്കുന്ന പോലത്തെ സ്വഭാവം, അത് കുഴപ്പമില്ല, ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. അത് നമ്മൾ മാറ്റാൻ ശ്രമിക്കണ്ട എന്നാണ് വ്യക്തി പറയുന്നത്. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ഇതുപോലെയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ എന്തിനു മാറുന്നു, അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ആരെങ്കിലും വ്യക്തിയുടെ മുമ്പിൽ താന്ന് കൊടുത്താൽ വ്യക്തി അവരുടെ തലയിൽ കയറിയിരിക്കും. അതിനുള്ള അവസരം കൊടുക്കരുതെന്നാണ് വ്യക്തി സ്വയം പറയുന്നത്. അപ്പോ വളരെ ലോജിക്കായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന, ഒട്ടും ഇമോഷണൽ അല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പൊ അങ്ങനെ ഒരു പാർട്ട്ണറെയാണ് ഈ വ്യക്തിക്ക് വേണ്ടതെന്നാണ് വ്യക്തി പറയുന്നത്. അപ്പൊ നിങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ട്, നിങ്ങളും ട്വിൻ ഫ്ലെയിം ആയിരുന്നു, രണ്ടുപേരും മ്യൂച്വൽ അട്രാക്ഷൻ കൊണ്ടാണ് നിങ്ങൾ അടുത്തത്. പക്ഷെ പിന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു. മനസ്സിലായി? ഈ വ്യക്തി ആ വ്യക്തിയുടെ അതേ സ്വഭാവം കണ്ടിന്യൂ ചെയ്തപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയി എന്ന് പറഞ്ഞ് ഈ വ്യക്തിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വന്തം ക്യാരക്ടർ അടിയറ വെച്ചു. അത് ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ പുറകെ പോയത്. തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ പോലത്തെ സ്വഭാവം തന്നെ ആയിരിക്കാം തേർഡ് പാർട്ടിയുടെ. അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തേർഡ് പാർട്ടി താന്നു കൊടുക്കാൻ തുടങ്ങിയത്. അത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് തേർഡ് പാർട്ടി, നിങ്ങൾ ഇങ്ങനെ ഒരു സ്വഭാവം കാണിച്ചപ്പോഴാണ് തേർഡ് പാർട്ടിയും. അപ്പൊ ബോറടിച്ചു വ്യക്തിക്ക്. നമുക്ക് നമ്മളോട് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരാളെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ എല്ലാവരും പിടിച്ച് അടച്ചു വെക്കാൻ കഴിയുന്നവരാണ്, അടിയറ വെക്കുന്നവരാണെന്ന് വരുമ്പോൾ നമുക്കൊരു വിലയില്ലാണ്ടാവും, ബോറടിയാവും. അവരോട് സംസാരിക്കാൻ രസമില്ല, ആർഗ്യുമെന്റ്സ് ഇല്ല. ചിലർക്ക് സംസാരിക്കുന്ന ഇഷ്ടമാണ്, വാഗ്വാദങ്ങൾ ഇഷ്ടമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ബാക്ക് ഔട്ട് ചെയ്യുകയാണ്. ഈ വ്യക്തിക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ച്. അതൊന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമായില്ല നിങ്ങളുമായിട്ടുള്ള ബന്ധത്തില്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടൊരു കണക്ഷനിലേക്ക് പോയതെന്നാണ് പറയുന്നത്. കാരണം തേർഡ് പാർട്ടി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നി. പക്ഷെ ഇപ്പോ തേർഡ് പാർട്ടിയും അതിലും കഷ്ടമായി മാറുകയാണെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. എന്താണ് ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിന്? ഇനി എന്താണ് ഈ 24 ഏപ്രിൽ 2026 വെള്ളിയാഴ്ച മുതൽ 30 വ്യാഴാഴ്ച 30 ഏപ്രിൽ 2026 എന്ത് വ്യത്യാസങ്ങളാണ് ഇവരുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്?
കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തും. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തും. മൊത്തത്തില് ഒരു ബോറടി ആവും, വളരെ പ്രശ്നങ്ങളാവും, ഒരു രസമില്ല റിലേഷൻഷിപ്പ് എന്നൊരവസ്ഥയിലേക്ക് വരും. അതോടുകൂടി നിങ്ങളുടെ വ്യക്തി അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് പോകുന്നത്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് പുറത്തേക്ക് വരാനുള്ള ഒരു ചാൻസ്, ഒരു ആക്ഷൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഇവിടെ 6 of Swords ആണ് കാണിക്കുന്നത്. അപ്പോ ഇതിൽ നിന്ന് ഈ റിലേഷൻഷിപ്പും വലിയ ഗുണമൊന്നുമില്ല, ഇവിടെ ലീഗൽ ആയിട്ടുള്ള ഒരു കണക്ഷനും ഇല്ല, സ്നേഹമൊന്നുമില്ല, പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ച് നിങ്ങളുടെ വ്യക്തി പതുക്കെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ ഉപേക്ഷിച്ച് പുറത്തേക്ക് വരാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഏപ്രിൽ 30-നുള്ളിൽ അത് തുടങ്ങുമെന്നാണ് പറയുന്നത്. ജെമിനായി സോഡിയാക് സൈൻ ആണ് പറയുന്നത്. അക്വേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കണ്ടത്. ഇതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഭവിച്ച് തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.